ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പൊറോട്ടയും മുട്ടക്കറിയുമാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ മൈദപ്പൊടി, 2 കോഴിമുട്ട, കുറച്ച് വെള്ളം, ഇത്തിരി ബട്ടർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബട്ടറിൻ്റെ ഒരു പീസും മാത്രമേ ഇതിനകത്തിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. മറ്റുള്ളത് നമുക്ക് ഇതിൽ ഗ്രീസ് ഇങ്ങനെ മീതെ തേച്ചൊക്കെ പല പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അതിനാണ് ആ ബട്ടർ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു പീസ് മാത്രം ഇതിനകത്ത് ഇട്ടിട്ട് ഉപ്പും പഞ്ചസാരയും ഇട്ട് ആ 2 കോഴിമുട്ട നന്നായിട്ട് ഒരു പാത്രത്തിൽ ബീറ്റ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യണം ഒന്നും കൂടി. അപ്പോൾ കട്ടയില്ലാതെയൊക്കെ ആ മുട്ട റെഡിയായിട്ട് വരും. അല്ലെങ്കിൽ ആ മുട്ടയുടെ വെള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ കിടക്കും. അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തിട്ട്, അപ്പോൾ മൈദയുടെ പാകത്തിന് നോക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൈദ ഇങ്ങനെ അധികം ലൂസാകാതെ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചിട്ട് തണുത്ത നനഞ്ഞ തുണി കൊണ്ടിട്ട് മൂടി അരമണിക്കൂർ വെക്കണം. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് ഈ അരമണിക്കൂർ നേരം കൊണ്ട് നമ്മൾ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ടയാണ് വേവിച്ച് മാറ്റേണ്ടത്. അതിനുശേഷം ഈ ആവശ്യത്തിനുള്ള ഞാൻ 3 വലിയ സവാള, 1 പിടി ഉള്ളി, ഇത്തിരി വെളുത്തുള്ളി നുറുക്കിയത്, ഇഞ്ചി നുറുക്കിയത്, 2 പച്ചമുളക്, ഇത്ര സാധനം കട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യണത് ഒരു 5:30 മണി ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ തുടങ്ങിയേക്കണേ. എനിക്ക് 6:50 പിള്ളേർക്ക് പോകണം. അപ്പം മല്ലിപ്പൊടിയാണ് മെയിനായിട്ടുള്ളത് ഇതിൻ്റെ അകത്ത്. പിന്നെ ഗരം മസാലപ്പൊടി ഇത്തിരി, അത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് അത്രയും. നല്ല എരിവെള്ളം മുളക് പൊടിയെങ്കിൽ അത്രയും വേണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി, 2 ചെറിയ തക്കാളി, ഇത്തിരി മല്ലിയില. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇട്ട്, കാരണം ഇത് വഴന്ന് വരാനായിട്ട് കുറച്ചധികം നേരം എടുക്കും. കളറ് മാറണം നന്നായിട്ട്, എന്നാലേ നമ്മുടെ കറിക്ക് കളർ ഉണ്ടാവുള്ളൂ. കരിഞ്ഞു പോകാതെ നന്നായിട്ട് വഴന്നു തന്നെ. ആ നേരത്തെ നമ്മുടെ മാവ് എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ പോലെ ഒന്ന് പരത്തിയെടുത്ത്, നമ്മൾ ചപ്പാത്തി പരത്തൂലേ സെയിം അതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഈ ബട്ടർ ഒരു ബ്രഷ് കൊണ്ടിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത് അതുമേൽ പൊടിയും ഒന്ന് തൂകണം, മൈദപ്പൊടി ഒന്ന് തൂകണം. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിത് ചുരുട്ടി അങ്ങോട്ട് എടുക്കുകയും ചെയ്യണത്. അപ്പം ഞാൻ ഒരുപാട് പൊറോട്ടയുടെ റെസിപ്പികൾ പല ചാനലുകളിലും കണ്ട് പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നും എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, ഇത്രയും ടേസ്റ്റി ആയിട്ടും. അതുപോലെ തന്നെ നമ്മൾ പരത്തുന്ന സ്ഥലവും കയ്യിലൊന്നും എണ്ണയൊന്നും ആകാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത്. വളരെ ടേസ്റ്റിയാണ്. ഏറ്റവും നല്ലതായിട്ട് എനിക്കിതാണ് കിട്ടിയത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇത് ധൈര്യമായിട്ട് എനിക്ക് പറയാം. അപ്പം ഇതുപോലെ പൂ പോലെ ഒന്ന് വിടർത്തിയെടുത്തിട്ട് താഴേക്കൊന്ന് അമർത്തി അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ പരത്തരുത്. നിങ്ങളത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കുറച്ച് നേരം വെച്ച് അതിലൊന്ന് കട്ടിയായിട്ട് എടുക്കുക. ഒരു ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത്തിരി കല്ല് പോലെ തോന്നുന്ന രീതിയിൽ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സവാള വഴന്ന് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളുടെ പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ രണ്ടും കൂടി ചേർത്ത് കാണിക്കണത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് ഞാൻ കാണിക്കണത്. അല്ലെങ്കിൽ ഒരു ദിവസം പൊറോട്ടയുടെ റെസിപ്പി, ഒരു ദിവസം മുട്ടക്കറിയുടെ റെസിപ്പി ഒക്കെ എനിക്ക് ഇടാമായിരുന്നു. അപ്പോൾ ഇതൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു മോട്ടിവേഷനും കൂടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. രണ്ടും ഒന്നിച്ചൊന്നിച്ച് അങ്ങോട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ മൊരിഞ്ഞ മണം വന്നു കഴിയുമ്പം സവാളയും തക്കാളിയും മല്ലിയിലയും കൂടി ഇട്ട് അത് ഉപ്പും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് അതിനെ വേവിക്കണം. എന്നാലേ അത് ഉടഞ്ഞ് നല്ല പാകത്തിന് വരുള്ളൂ. അപ്പോൾ മൂടി വെച്ചില്ലെന്നുണ്ടെങ്കിൽ വേകാനായിട്ട് താമസിക്കും. അപ്പോൾ നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ചെറുതിയിലിട്ട് പിന്നെ നമുക്ക് പൊറോട്ട നമ്മൾക്ക് ഉണ്ടാക്കാൻ നിൽക്കാം. അപ്പോൾ ഒരു വശത്ത് പൊറോട്ട ഉണ്ടാക്കലും ഇതും ഒന്നിച്ച് തന്നെ നടക്കും. അപ്പോൾ നമ്മളുടെ ഇത് ആയിക്കഴിഞ്ഞ് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച അവിടെ ഇതിൻ്റെ അടുത്ത് മാറ്റരുത്, കുറച്ചൊന്ന് കുറുകണം. ആ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒരിത്തിരി വറ്റിയിട്ട് ഒരു കുറുകിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് തീ ഓഫ് ചെയ്തിട്ട് മാറ്റിയേക്കണം. അല്ലെങ്കിൽ ആ ചൂടിലിരുന്നിട്ട് പെട്ടെന്ന് തന്നെ വറ്റി വെള്ളം മുഴുവൻ അങ്ങോട്ട് വറ്റിപ്പോൾ. അപ്പോൾ ഒരുപാട് വെള്ളമാണെങ്കിലും ബുദ്ധിമുട്ടാണ്. മുട്ട പുഴുങ്ങിയതൊക്കെ തണുത്ത് കഴിഞ്ഞാൽ ഏറ്റവും അത് ഞാൻ മുട്ട പുഴുങ്ങി മാറ്റിയാണ് ചെയ്തത്. എന്നിട്ടാണ് പിന്നെ ഇതൊക്കെ പരത്താനൊക്കെ നിന്നത്. അപ്പോൾ നമ്മളുടെ പൊറോട്ടയുടെ ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബട്ടറാണ് യൂസ് ചെയ്തത്, കാരണം ബട്ടറിലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 kg ഡാൽഡ,
ഇതിലേതെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത് സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയൊന്നും ഇതിന് ഉപയോഗിക്കരുത്. കാരണം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കട്ടിയായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പൊറോട്ടയുമായിട്ട് ചേരുന്നതല്ല. സൺഫ്ലവർ ഓയിലാണെങ്കിൽ വെറുതെ വെള്ളം പോലെ ഒഴുകി അവിടെ നമ്മൾ പരത്തുന്ന സ്ഥലത്തൊക്കെ ആകെ മോശവും. ഇതിപ്പോൾ ഇങ്ങനെ പരത്തി ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ തന്നെ പരത്തി എടുത്തിട്ട് നമുക്ക് ചുടാൻ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും, ഞാൻ RKG യൂസ് ചെയ്യാറുണ്ട്, ഡാൽഡയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും ടേസ്റ്റ് ബട്ടർ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അത് ബട്ടർ ഇങ്ങനെ അടിയിലും മീതയിലും ഒന്ന് ഇങ്ങനെ തന്നെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് വേണം മറിച്ചും തിരിച്ചു വിട്ട് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന ടൈം കൊണ്ട് നമ്മളത് പരത്തുകയും ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്നുള്ളത്. അല്ലെങ്കിൽ ചിലവരങ്ങനെ ഇത് ഒരെണ്ണം ചെയ്താൽ അതിൽ തന്നെ നോക്കി മറ്റുള്ള പണി വിട്ടിട്ട് ഇതിൽ തന്നെ നോക്കി നിൽക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമ്മൾ ഓരോന്നോരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് പോവുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇതിനകത്ത് കാണിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ അതേ ഇത് പൊറോട്ട ഇതിൻ്റെ അകത്തൊക്കെ നിറയെ ലെയറുകളാണ്. വെറുതെ നമ്മളുടെ ഇത് പഫ്സിൻ്റെ പേസ്ട്രി ഇല്ലേ അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേണം ഇതിന്. അപ്പോൾ ഇതൊന്ന് എനിക്ക് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4-5 മാത്രം ഉണ്ടാക്കിയിട്ട് അത് പെട്ടെന്ന് എൻ്റെ കൈ പൊള്ളിയായിട്ട് എനിക്ക് വയ്യ. അതാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിട്ട് കളയുന്നത്. കൈ പൊള്ളിയാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് തന്നെയായാലും ഇഷ്ടപ്പെടും എന്നുള്ളത്. ഞാൻ ഇന്ന് മോനത് കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ ചോദിച്ചെന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് മേടിച്ചതാണ്, അതിൻ്റെ സെയിം ടേസ്റ്റ് ആണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പിന്നെ ധൈര്യം ഇടാനായിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ അമർത്താനും മറക്കല്ലേ. താങ്ക് യു.